എല്ലാ സംഘടനകൾക്കും കുഴപ്പങ്ങൾക്കും യുദ്ധങ്ങൾക്കും പുറകിൽ അതിൻ്റേതായ ആളുകൾക്ക് ശരിയും തെറ്റുമായ ഒരുപാട് ന്യായീകരണങ്ങൾ കണ്ടെത്താൻ കഴിയും. നേരെ മറിച്ച് ഇനി ഭൂമിയിൽ ഒരു വംശഹത്യ എന്ന് പറയുന്നു, അല്ല എന്ന് പറയുന്നു, ആണെന്ന് പറയുന്നു, ഏത് വിധത്തിലായാലും ശരി, ഇന്ന് നമ്മൾ കാണുന്ന ഫലസ്തീനിൽ കാണുന്ന പോലെയുള്ള ഒരു യുദ്ധം ഇനി ലോകത്ത് ഒരു കാലത്തും ഭൂമിയിൽ നടക്കാൻ പാടില്ല എന്ന ഒരു തീരുമാനത്തിൽ ലോക ജനതയും ഭരണാധികാരികളും UN-ഉം എത്തിച്ചേരേണ്ടതുണ്ട്. ഒരു കാരണവും ഒരു ന്യായീകരണവും അതിനില്ല. യുദ്ധങ്ങളുണ്ടായേക്കാം, സംഘട്ടനമുണ്ടായേക്കാം, അത് അതിൻ്റേതായ രീതിയിൽ പരിഹരിക്കുക എന്നല്ലാതെ ഒരു നാടിനെ മുഴുവൻ ആക്രമിച്ച് കീഴ്പ്പെടുത്തുക, കൊന്നുകളയുക എന്നുള്ളത് ഇനി ആവർത്തിക്കാൻ ഭൂമിയിൽ ആരെയും അനുവദിക്കരുത്. എല്ലാ ലോകത്തും കുഞ്ഞുങ്ങളുണ്ട്, വൃദ്ധരുണ്ട്, സ്ത്രീകളുണ്ട്. ഇതില്ലാത്ത ഒരിടവും ലോകത്തില്ല. അതുകൊണ്ട് തന്നെ ഇനി വീണ്ടും പറയുകയാണെങ്കിൽ ഇങ്ങനെയുള്ളൊരു യുദ്ധം ഇനി ലോകത്ത് അനുവദിക്കാൻ പാടില്ല. അങ്ങനെ വന്നാൽ പ്രവർത്തിച്ചിട്ട് എല്ലാവരും കൂടെ അതിനെതിരിൽ പ്രവർത്തിക്കണം. വെറുതെ പറഞ്ഞാൽ മാത്രം പോരാ. എങ്കിലേ ഈ ദുരവസ്ഥ ഭൂമിയിൽ നിന്ന് നമുക്ക് എടുത്തു മാറ്റാൻ കഴിയുകയുള്ളൂ. അനിവാര്യമായ കാരണങ്ങൾ, തർക്കങ്ങളും യുദ്ധങ്ങളും ഉണ്ടായാൽ പോലും ഒരു വംശഹത്യ എന്ന് വിളിക്കപ്പെടാൻ തക്കതായ ഒരു ആക്രമണം, ഒരു ലോകത്തെ, ഒരു നാട്ടുകാരെ, ഒരു ജനങ്ങളെ മുഴുവൻ അങ്ങ് തീർത്ത് കളയുക, കൊന്നുകളയുക എന്ന ഒരവസ്ഥ ഇനി ഭൂമിയിൽ ഉണ്ടാകാൻ പാടില്ല.